ഡിജിറ്റൽ പണമിടപാടുകൾക്ക് OTP ഒഴിവാക്കിക്കൊണ്ട് പുത്തൻ സാങ്കേതിക വിദ്യകൾ വരികയാണ്. ഓരോ തവണയും പണമിടപാട് നടത്തുമ്പോൾ ഫോണിലേക്ക് OTP വരുന്നത് ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. SMS ആയി വരുന്ന ഈ OTP നൽകിയാൽ മാത്രമേ ഇടപാട് പൂർത്തിയാക്കാനാകൂ എന്ന കാര്യമാണ് ബുദ്ധിമുട്ടുകൾക്ക് പ്രധാന കാരണവും. ഇതിന് പരിഹാരമാണ് RBI മുന്നോട്ട് വെക്കുന്നത്. OTP ഇല്ലാതെ തന്നെ ഡിജിറ്റൽ ഇടപാട് പൂർത്തിയാക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കുന്ന രീതിയിൽ 2-ഫാക്ടർ ഓതന്റിക്കേഷൻ മാറ്റം വരുത്തുകയാണ് RBI. 2026 ഏപ്രിൽ മുതലായിരിക്കും ഈ മാറ്റം നിലവിൽ വരുന്നത്. SMS അടിസ്ഥാനമാക്കിയുള്ള OTPക്ക് പകരം ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളായിരിക്കും ഉപയോഗിക്കുക. പാസ്വേഡ്, പാസ് ഫ്രേസ്, പിൻ, കാർഡ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ടോക്കൺ, വിരലടയാളം, ആധാർ അധിഷ്ഠിതമായതോ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചതോ ആയ ബയോമെട്രിക് സംവിധാനങ്ങൾ തുടങ്ങിയവയിൽ എന്തെങ്കിലുമായിരിക്കും ഇതിനായി ഉപയോഗിക്കുക. പക്ഷേ ഇതിലൊന്ന് ഡൈനാമിക് രീതിയിലുള്ളതായിരിക്കും, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കണം. ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾക്ക് കുറെ കൂടി സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 2-ഫാക്ടർ ഓതന്റിക്കേഷൻ മാർഗരേഖകളിൽ മാറ്റം കൊണ്ടുവരുന്നത്. OTP ഒഴിവാക്കിയാലും ഇന്ത്യക്കകത്തുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്കെല്ലാം 2-ഫാക്ടർ ഓതന്റിക്കേഷൻ കർശനമാക്കും. ഏത് മാർഗം അവലംബിക്കണമെന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഇതിനർത്ഥം OTP പൂർണ്ണമായും ഇല്ലാതാകുമെന്നല്ല, പകരം മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും വരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന.